Okay, good morning dear students. Now we are going to discuss the last illustration of chapter transfer pricing. That is illustration 6. XY Cycles Limited has two divisions A and B which manufacture bicycle. Division A produces bicycle frame and division B assembles rest of the part of the frame. There is a market for sub-assembly and the final product. Sub-assembly എന്ന് പറയുന്നത് ഡിവിഷൻ എയുടെ പ്രൊഡക്റ്റിനും മാർക്കറ്റ് ഉണ്ട്. ഫൈനൽ പ്രൊഡക്റ്റാണ് ഡിവിഷൻ ബി ഉണ്ടാക്കുന്നത്, അതിനും മാർക്കറ്റ് ഉണ്ട്. ഓക്കെ, ഈച്ച് ഡിവിഷൻ ഹാസ് ബീൻ ട്രീറ്റഡ് ആസ് എ പ്രോഫിറ്റ് സെന്റർ. എയും ബിയും പ്രോഫിറ്റ് സെന്റേഴ്സ് തന്നെയാണ്. കാരണം എക്ക് എന്താണ് പുറത്തും മാർക്കറ്റ് ഉണ്ട്, ബിക്കും ട്രാൻസ്ഫർ ചെയ്യണം, ബിക്ക് പുറത്തേക്ക് മാർക്കറ്റ് ഉണ്ട്. ഇന്റർ ട്രാൻസ്ഫർ ഒന്നുമില്ല. ദ ട്രാൻസ്ഫർ പ്രൈസ് ഹാസ് ബീൻ സെറ്റ് അറ്റ് ദ ലോങ് റൺ ആവറേജ് മാർക്കറ്റ് പ്രൈസ്. ട്രാൻസ്ഫർ പ്രൈസ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? ആവറേജ് മാർക്കറ്റ് പ്രൈസിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ട്രാൻസ്ഫർ പ്രൈസ്, അതായത് എ ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആവറേജ് മാർക്കറ്റ് പ്രൈസിനാണ്. ഓക്കെ, ഫോളോയിങ് ഡാറ്റ ആർ അവൈലബിൾ ഫോർ ഈച്ച് ഡിവിഷൻ. അതായത് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫൈനൽ പ്രൊഡക്റ്റ്. ഫൈനൽ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നത് ആരാണ്? ഡിവിഷൻ ബി ആണ്. അപ്പോ ബിയുടെ സെല്ലിംഗ് പ്രൈസ് ആണ് 3000 പെർ യൂണിറ്റ്. ഇനി ലോങ് റൺ ആവറേജ് മാർക്കറ്റ് പ്രൈസ് ഓഫ് സബ് അസംബ്ലി. സബ് അസംബ്ലി വിൽക്കുന്നത് ആരാണ്? ഡിവിഷൻ എ ആണ്. അപ്പോ ഡിവിഷൻ എയുടെ മാർക്കറ്റ് പ്രൈസ് ആണ്, പുറത്തേക്ക് വിൽക്കുന്ന മാർക്കറ്റ് പ്രൈസ് ആണ്, ദാറ്റ് ഇസ് 2000. ഓക്കെ, ഇൻക്രിമെന്റൽ കോസ്റ്റ് ഓഫ് കംപ്ലീറ്റിംഗ് സബ് അസംബ്ലി ഇൻ ഡിവിഷൻ ബി. അതായത് ഡിവിഷൻ ബിയുടെ ഇൻക്രിമെന്റൽ കോസ്റ്റ്, അതായത് അഡീഷണൽ കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ്. അവരുടേതായ ഓൺ കോസ്റ്റ് ഉണ്ടല്ലോ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അത് അതായത് സബ് അസംബ്ലി ഡിവിഷൻ എയുടെ കയ്യിൽ നിന്ന് പകുതിയായ പ്രൊഡക്ട്സ് റിസീവ് ചെയ്ത് അതുമേ അവര് വർക്ക്ഔട്ട് ചെയ്യുന്ന അവർക്ക് ഓൺ കോസ്റ്റ് വരുന്നത് 1500 ഉണ്ട് പെർ യൂണിറ്റിന്. ഇനി ഡിവിഷൻ എയുടെ ഇൻക്രിമെന്റൽ കോസ്റ്റോ, അതായത് ഡിവിഷൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വെച്ച് അവർക്ക് ഓൺ കോസ്റ്റ് വരുന്നത് 1200 രൂപയാണ് ഒരു യൂണിറ്റിന്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വായിക്കുക, കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, ശ്രദ്ധിക്കണം. ഇഫ് ഡിവിഷൻ എ's മാക്സിമം കപ്പാസിറ്റി ഈസ് 1000 യൂണിറ്റ്സ്, ഡിവിഷൻ എ 1000 യൂണിറ്റ്സ് ആണ് ഒരു മാസം ഉണ്ടാക്കുന്നതെങ്കിൽ സെയിൽസ് ടു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആർ നൗ 800 യൂണിറ്റ്സ്. ഇന്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത് 800 യൂണിറ്റ്സ് ആണ്. 1000 യൂണിറ്റ്സ് ആണ് ഡിവിഷൻ എക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൽ 800 യൂണിറ്റ്സ് പുറത്ത് വിൽക്കുന്നു. ഓക്കെ, അതായത് ഇന്റർ ട്രാൻസ്ഫർ അല്ല, കമ്പനിയുടെ ഉള്ളിലെ ഡിവിഷനിലല്ല കൊടുക്കുന്നത്, 800 യൂണിറ്റ്സ് പുറത്താണ് കൊടുക്കുന്നത്. 200 യൂണിറ്റ്സ് ടു ബി ട്രാൻസ്ഫർ ടു ഡിവിഷൻ ബി. 200 യൂണിറ്റ്സ് ബാക്കി 1000 പുറത്ത് വിറ്റ് ബാക്കി 200 ഡിവിഷൻ ബിയിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, എങ്ങനെയാണ് കൊടുക്കുന്നത്? ലോങ് ടേം ആവറേജ് മാർക്കറ്റ് പ്രൈസ് ബേസിസിലാണ് ബിക്ക് എ 200 യൂണിറ്റ്സ് കൊടുക്കുന്നത്. അപ്പോ ഓക്കെ, സോ ലോങ് റൺ ആവറേജ് മാർക്കറ്റ് പ്രൈസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2000 ആണെന്ന്. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. നെക്സ്റ്റ്, വാട്ട് വുഡ് ബി ദ ട്രാൻസ്ഫർ പ്രൈസ്? ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണ്? ഇഫ് ദ മാനേജർ ഓഫ് ഡിവിഷൻ ബി ഷുഡ് ബി കെപ്റ്റ് മോട്ടിവേറ്റഡ്. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. മാനേജറിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം, മോട്ടിവേഷൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണ്? ഓക്കെ, ദെൻ വൺ മോർ തിങ് we need to find out is if outside market increase to 1000 units. outside marketല് 800 എണ്ണമാണ് എ കൊടുത്തോണ്ടിരുന്നത്, 200 എണ്ണം ഉള്ളിലാണ് കൊടുക്കുന്നത്. അപ്പൊ 800 എണ്ണമാണ് പുറത്ത് ഡിമാൻഡ് ഉള്ളൂ. പക്ഷെ മൂന്നാമത്തെ സിറ്റുവേഷനിൽ അവർ പറയാണ് മാർക്കറ്റ് പ്രൈസ് 1000 യൂണിറ്റ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഡ് ഡിവിഷൻ എ കണ്ടിന്യൂ ടു ട്രാൻസ്ഫർ 200 യൂണിറ്റ്സ് ടു ഡിവിഷൻ ബി ഓർ സെൽ എൻറ്റയർ പ്രോഡക്ട്സ് ടു ദ ഔട്ട്സൈഡ് മാർക്കറ്റ്. ഇപ്പൊ ഇവര് ഈ സി കണ്ടീഷനില്, സിയില് എന്താ പറയുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് 800 എന്നുള്ളത് 1000 ആയി. അങ്ങനത്തെ സാഹചര്യത്തിൽ എ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. 1000 പുറത്ത് കൊടുക്കുന്നോ അതോ 800 തന്നെ പണ്ടത്തെ പോലെ പുറത്ത് കൊടുത്ത് 200 ബിക്ക് കൊടുക്കണോ എന്നാണ് ചോദ്യം. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇതൊരു കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതാണ്. നമ്മളൊന്ന് കെയർഫുൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. When sales of 800 units to intermediate stage, അതായത് outside market, and 200 to division B, ഈ സിറ്റുവേഷനിൽ നമ്മൾ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, സോ ഡിവിഷൻ എയുടെ കോൺട്രിബ്യൂഷന്റെ ഫോർമുല എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. ഓക്കെ, സോ ഡിവിഷൻ എയുടെ സെയിൽസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ക്വസ്റ്റ്യനിൽ നോക്കൂ,
എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫൈനൽ പ്രൊഡക്റ്റ്. ഫൈനൽ പ്രൊഡക്റ്റ് വിൽക്കുന്നത് എ അല്ല, എന്താണ്, ബി ആണ്. സോ ലോങ് റൺ ആവറേജ് മാർക്കറ്റ് പ്രൈസ് ഓഫ് സബ് അസംബ്ലി. സബ് അസംബ്ലി വിൽക്കുന്നവരാണ് എ അല്ലെ. ആ സബ് അസംബ്ലി വിൽക്കുന്നത് എ എത്ര രൂപയ്ക്കാണ്? 2000. ഓക്കെ. ദെൻ ലെസ്, ഇവിടെ വേരിയബിൾ കോസ്റ്റ് അവർ പറയുന്നുണ്ട്, അവരുടെ ഓൺ ഇൻക്രിമെന്റൽ കോസ്റ്റ്. ലെസ് ഇൻക്രിമെന്റൽ കോസ്റ്റ് എത്രയാണ്? ഇൻക്രിമെന്റൽ കോസ്റ്റ് എയുടെ incremental cost in division A is 1200 minus here. You will get the contribution. Contribution is equal to 800. കണ്ടോ? ഈ ഡിവിഷൻ ബിയുടെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. ഡിവിഷൻ ബിയുടെ കോൺട്രിബ്യൂഷൻ അഗൈൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് നോക്ക്, എസ്റ്റിമേറ്റ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫൈനൽ പ്രൊഡക്റ്റ്. ബി വിൽക്കുന്നത് ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. 3000 രൂപയാണ് ഒരു യൂണിറ്റിന് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. ഓക്കെ. ഇനി അതിൽ നിന്നും ഇൻക്രിമെന്റൽ കോസ്റ്റ് ഓഫ് ബിയെ സംബന്ധിച്ചിടത്തോളം മൈനസ് കോസ്റ്റ്. അതിലെന്തൊക്കെ വരും? മൈനസ് കോസ്റ്റില് ട്രാൻസ്ഫർ പ്രൈസ്. ട്രാൻസ്ഫർ പ്രൈസ് ടു എ. എക്ക് കൊടുക്കേണ്ട ട്രാൻസ്ഫർ പ്രൈസ് ഉണ്ട്. അത് എത്ര രൂപയാണ് കൊടുക്കുന്നത്? എ എത്ര ചാർജ് ചെയ്ത് ഇവിടെ? 1200 ഇൻക്രിമെന്റൽ കോസ്റ്റ് ഓഫ് എ. അപ്പൊ അത് ഇവർ കൊടുക്കേണ്ടി വരുമല്ലോ. ഇവർക്ക് ഇത് വിൽക്കുമ്പോ, ഒരു യൂണിറ്റ് വിൽക്കുമ്പോ എ ഇൻക്വയറി ചെയ്ത കോസ്റ്റ് എന്തായാലും ഇവർ കൊടുക്കണം അല്ലെ. അപ്പൊ 1200 ആൻഡ് ഇവരുടെ സ്വന്തമായിട്ടുള്ള ഇൻക്രിമെന്റൽ കോസ്റ്റ്. ഇൻക്രിമെന്റൽ കോസ്റ്റ് ഇവർക്ക് തന്നെ ഇൻക്വയറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1500. സോ ഇവിടെ ഒരു 2700. That cost have to be deducted from the sales. Then you will get the contribution of what? This division, contribution of B division, that is 300. അപ്പോ എയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 800. ബിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 300. ഓക്കെ. ഇനി അവര് പറഞ്ഞിട്ടുള്ളത് എന്താണ്? എ നമ്മൾ റെഗുലർ ആയിട്ടും എ എത്ര രൂപയ്ക്കാണ് ബിക്ക് ട്രാൻസ്ഫർ ചെയ്യാറ്? അതായത് എ മാർക്കറ്റിലേക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നോ അതേ റേറ്റ് തന്നെയാണ് ആർക്ക് കൊടുക്കുന്നത്? ബിക്ക് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ കോൺട്രിബ്യൂഷനെ കണ്ടുപിടിച്ചിട്ടുള്ളൂ കോസ്റ്റ് വെച്ചിട്ട്, സെയിൽസ് ചെയ്ത് കോസ്റ്റ് മൈനസ് ചെയ്തിട്ട്. അപ്പൊ നമ്മള് ബി ഡിവിഷൻ റിസീവ്സ് division B receives sub-assembly. So division B receives sub-assembly. അത് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ റിസീവ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസിനാണെന്ന്. സബ്-അസംബ്ലി അറ്റ് മാർക്കറ്റ് പ്രൈസ്. അവിടെ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ലൈനിൽ കാണാം നമുക്ക്. ഇവിടെ നോക്കിയാല് the transfer price has been set at the long run average market price. Okay, അവിടെ long run average market price of sub-assembly 2000 തന്നിട്ടുണ്ട്. അപ്പൊ ആ 2000 തന്നെയാണ് ബി എയുടെ കയ്യിൽ നിന്ന് സാധനം മേടിക്കുന്നത്. മാർക്കറ്റ് പ്രൈസ്. അറ്റ് മാർക്കറ്റ് പ്രൈസിൽ ബി റിസീവ് ചെയ്യുമ്പോൾ ബിക്ക് വരുന്ന ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണ് നമുക്ക് നോക്കാം. ഡിവിഷൻ ബി ആണ്, ഡിവിഷൻ ബിക്കാണ് ട്രാൻസ്ഫർ കോസ്റ്റ് വരുന്നത് അല്ലെ. ഡിവിഷൻ ബി. എക്ക് ട്രാൻസ്ഫർ കോസ്റ്റ് ഒന്നും വരില്ല, അവർക്ക് ട്രാൻസ്ഫർ സെയിൽസ് പ്രൈസ് ആണ് കിട്ടുന്നത്. സോ മാർക്കറ്റ് പ്രൈസ് അല്ലാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? മാർക്കറ്റ് പ്രൈസ് ഓഫ് എ വിൽക്കുന്നത് എത്രയാണ്? സബ് അസംബ്ലി. സബ് അസംബ്ലി ആണല്ലോ ബി മേടിക്കുന്നത്. എ വിൽക്കുന്നത് സബ് അസംബ്ലി ആണ്. അപ്പൊ അത്
എത്ര രൂപയാണ്? 2000 ആണ് മാർക്കറ്റ് പ്രൈസ്. ഇനി അതിന്റെ കൂടെ ഇൻക്രിമെന്റൽ കോസ്റ്റ് ഓഫ് ബി വരുമല്ലോ. സോറി, ഇൻക്രിമെന്റൽ കോസ്റ്റ് ഓഫ് ഇൻക്രിമെന്റൽ കോസ്റ്റ് ഓഫ് ബി, ഡിവിഷൻ ബിക്ക് വരുന്ന കോസ്റ്റുകളാണ് നമ്മൾ പറയുന്നത്. ഇൻക്രിമെന്റൽ കോസ്റ്റ് ഓഫ് ബി. അപ്പൊ ഇവിടെ എക്ക് കൊടുക്കേണ്ട 2000 രൂപ, അതുപോലെ ബിയുടെ ഓൺ ഇൻക്രിമെന്റൽ കോസ്റ്റ് അത് എത്ര വരുന്നു? 1500 ഡിവിഷൻ ബിക്ക് തന്നെ വരുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ കോസ്റ്റ് എത്ര വന്നു? 1500 2000 കൂടുമ്പോ 3500 ആണ് എന്ത്? ടോട്ടൽ കോസ്റ്റ് 3500. ഓക്കെ, ദെൻ ഇനി നമുക്ക് ട്രാൻസ്ഫർ പ്രൈസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ 3500 രൂപയാണ് ടോട്ടൽ കോസ്റ്റ് ആർക്ക് ഇൻക്വയർ ചെയ്യേണ്ടി വരുന്നത്? ബിക്ക് ഇൻക്വയർ ചെയ്യേണ്ടി വരുന്നത്. അവര് വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? ഇവിടെ കണ്ടില്ലേ, എസ്റ്റിമേറ്റ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫൈനൽ പ്രൊഡക്റ്റ് വിൽക്കുന്നത് ബി ആണ്. ബി എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 3000 റുപ്പീസിന്. സോ 3000 കുറയ്ക്കുക. ദെൻ ഇവിടെ എന്താ വരിക? ഇപ്പോ കോസ്റ്റ് കൂടിയാ നിൽക്കുന്നത്, അപ്പൊ നമുക്ക് ലോസ് ആണ് വരുന്നത്. ആർക്ക്? നമ്മുടെ ബി ഡിവിഷന് ലോസ് ആണ് വരുന്നത്. ലോസ് ഓഫ് 500, അത് മൈനസ് 500. ഓക്കെ, അപ്പൊ അവിടെ ലോസ് ആണെന്ന് മനസ്സിലായി. ബിക്ക് ലോസും ആണ്. എക്ക് നമുക്കറിയാം, എയുടെ നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടതാണ്, വേറെ ചേഞ്ചസ് ഒന്നും അതിന് വരുന്നില്ലല്ലോ. സെയിൽസ് 2000, അതിൽ നിന്ന് അവരുടെ കോസ്റ്റ് മാത്രം മൈനസ് 800 അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ബിക്ക് 500 ലോസ് ആണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം, എയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സോറി, എയെ സംബന്ധിച്ചിടത്തോളം 800 എന്തുണ്ട്? പ്രോഫിറ്റ് നിൽക്കുന്നു. ബിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോൺട്രിബ്യൂഷൻ 300 ഉണ്ട്, പക്ഷെ അവർക്ക് ഇൻക്രിമെന്റൽ കോസ്റ്റും അതുപോലെ മാർക്കറ്റ് പ്രൈസിലാണ് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വരും? അവർക്ക് ഈ ഒരു 2000 മാർക്കറ്റ് പ്രൈസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ 3500 ചെലവുണ്ട്. 3000 ആണ് വിൽക്കുന്നത്. അപ്പൊ 500 രൂപയുടെ എന്താ അവർക്ക് വരുന്നത്? ലോസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, ആ മാനേജറിനെ, ഡിവിഷൻ ബിയുടെ മാനേജറിനെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയണം. സോ പ്രോഫിറ്റ് ഓഫ് 300, 800 മൈനസ് 500, 300 പ്രോഫിറ്റ് ഉണ്ട് അല്ലെ? 300 profit needs to be distributed equally, okay, among division A and division B. അപ്പൊ ഇവിടെ ഡിവിഷൻ എ, നമ്മൾ ഡിവിഷൻ എയുടെ ഇൻക്രിമെന്റൽ കോസ്റ്റ് നമുക്കറിയാം, ദാറ്റ് ഈസ് 1200. അതിന്റെ കൂടെ ഒരു 50% പ്രോഫിറ്റ്, 800 മൈനസ് ലോസ് ഓഫ് 500, 300 ആണ് ഫൈൻ പ്രൊഡക്റ്റിന്റെ പ്രോഫിറ്റ്. അപ്പൊ ആ 300ന്റെ പ്രോഫിറ്റിന്റെ 50% എക്കും 50% ബിക്കും ചാർജ് ചെയ്യാനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിലാണ് ബി മാനേജർ മോട്ടിവേറ്റഡ് ആവുന്നുള്ളൂ. സോ പ്ലസ് 50% ഓഫ് 300, ദാറ്റ് ഇസ് 150. 150 ഇവിടെ കൊടുക്കുന്നു. അങ്ങനെ എ ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 1350 രൂപയ്ക്കാണ്. 1200 പ്ലസ് 150. ഓക്കെ, ഈ ബിയുടെ കേസ് നോക്കി, എക്ക് കൊടുക്കേണ്ട 1350ഉം ഇൻക്രിമെന്റൽ കോസ്റ്റ് 1500 ഇവരുടെ സ്വന്തമായിട്ടുള്ളത്. അങ്ങനെ 2850 ആണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് ബിക്ക്. പ്ലസ് ഈ 300ന്റെ 150, 50%, ദാറ്റ് ഇസ് 150 കൂടെ ആഡ് ചെയ്യുമ്പോൾ അവർ വിൽക്കേണ്ടത് 3000-നാണ്. ഓക്കെ, ഇത് തന്നെ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? എയും ബിയും പ്രോഫിറ്റ് ഈക്വലി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എയുടെ കോൺട്രിബ്യൂഷൻ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, എയുടെ പ്രോഫിറ്റ് ബിക്കും കൂടെ ഷെയർ ചെയ്തു. അങ്ങനെയാണ് ഇത് കിട്ടിയത്. അപ്പൊ ഇത് നമുക്ക് അതൊരു നല്ലൊരു സിറ്റുവേഷൻ അല്ല, നമ്മളത് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ രണ്ടാമത്തെ ലാസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ 1000 ആയിട്ട് മാർക്കറ്റ് ഡിമാൻഡ് കൂടുകയാണെങ്കിൽ എന്റെ പ്രൊഡക്ട്സ് പുറത്തു തന്നെ കൊടുക്കുകയാണ് നല്ലത്. അല്ലാതെ ഇവിടെ പകുതി പ്രോഫിറ്റ്, എയുടെ പകുതി പ്രോഫിറ്റ് ബി ആയിട്ട് ഷെയർ ചെയ്ത് ബിക്ക് തന്നെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ 1000 യൂണിറ്റ്സിന്റെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ 1000 യൂണിറ്റ്സും പുറത്തേക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കുക. ട്രാൻസ്ഫർ ഷുഡ് ബി, അതായത് ബിക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട അവസ്ഥ എപ്പോഴേ ഉണ്ടാവുന്നുള്ളൂ, പുറത്തെ മാർക്കറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം.